എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ ചിന്തകൾ മൊത്തം ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഞാൻ എന്തിനാ പെൺകുട്ടിയായത്. ഒറ്റയടിക്ക് ഹെവി ബ്ലഡ് ഫ്ലോ എല്ലാവർക്കും വരുന്ന പോലെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു ട്രോമാറ്റിക് ഒരു മെന്റൽ ട്രോമയിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരിക്കാം. എനിക്കിത് ആൾക്കാരോട് പറയുന്നത് പോലും എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പീരീഡ്സ് ആയി, അതായത് പീരീഡ്സ് ആവുന്നുള്ള നമ്മളൊരു വലിയ പെൺകുട്ടി ആയി എന്നൊരു തോട്ട് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതുവരെ പാറി പറന്ന് നടന്നിരുന്ന ഞാൻ പീരീഡ്സ് ആയ പിന്നെ അയ്യോ എനിക്കിനി ഒരു ലൈഫ് അങ്ങനെ ഇല്ലല്ലോ. അതായത് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾ സ്റ്റേബിൾ ആക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി. ഇത് ഏറ്റവും ആദ്യം റെഡിയാക്കേണ്ടത് അമ്മയുടേതാണ്, അച്ഛൻ്റെതല്ല. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ബോണ്ട് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളത് മേക്ക് ഷുവർ ചെയ്യാം. നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുക. അതിന് 6 മാസം കാലാവധിയാണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രഗ്നൻസി ഫിയർ, അതായത് പ്രഗ്നൻസിയോടുള്ള പേടി, അല്ലെങ്കിൽ ഡെലിവറിയോടുള്ള പേടിയല്ല, പ്രഗ്നൻസിയോടുള്ള പേടി. ഈ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ കുർബാന ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാത്ത പോലെ തോന്നിപ്പോവും, ഞാൻ ചത്തു പോകുന്ന പോലെ തോന്നിപ്പോവും. ഇതാണ് ആ ഒരു കാർഡ്. ഇത് പ്രയർ ഫോർ എക്സ്പെക്റ്റഡ് മദേഴ്സ് എന്നാണ്. സോ ഈ ഒരു കാർഡ് കിട്ടിയാൽ തുടങ്ങിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഹലോ ഗൈസ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻസി സ്പിരിച്വലി പ്രിപ്പയർ ചെയ്തത് എന്നതിനെ പറ്റിയിട്ടാണ്. കുറച്ചു പേരൊക്കെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് പ്രഗ്നൻസി പ്രിപ്പയർ ചെയ്തത്, ബിഫോർ പ്രഗ്നൻസിയും ടുവേർഡ് പ്രഗ്നൻസിയും എങ്ങനെയാണ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ ചെയ്തെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ആ ഒരു കാര്യം പറയുന്നതിന് മുന്നേ എനിക്ക് എങ്ങനെയാണ് എന്നൊരു പ്രഗ്നൻസി സ്റ്റോറി അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യണമായിട്ട് തോന്നി. അപ്പോ നിങ്ങൾ ആരെങ്കിലും പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്ന കപ്പിൾസ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും പ്രഗ്നൻസി ഫിയർ എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം. കാരണം അങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രഗ്നൻസി ഫിയർ, അതായത് പ്രഗ്നൻസിയോടുള്ള പേടി, അല്ലെങ്കിൽ ഡെലിവറിയോടുള്ള പേടിയല്ല, പ്രഗ്നൻസിയോടുള്ള പേടി. ഈ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് അറിയില്ല. അതായത് കുറെ പേർക്കൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന കുറെ ഫിയേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് പ്രഗ്നൻസി ഫിയർ, ഡെലിവറി ഫിയർ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഉണ്ടായ ഒരു സംഭവമാണ് പ്രഗ്നൻസി ഫിയർ. കല്യാണം കഴിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പേടിയായിരുന്നു ആക്ച്വലി. കാരണം ഈ ഒരു പ്രഗ്നൻസി ഫിയർ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പ്രഗ്നന്റ് ആവുന്നത് എനിക്ക് ഭയങ്കര ഒരു ട്രൊമാറ്റിക് ഒരു ഫിയർ ആയിരുന്നു. ഇത് ഞാൻ പറയുന്നത് തമാശയായിട്ടുള്ളൊരു കാര്യമല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് മക്കള് ഉണ്ടാവുന്നത് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. കുഞ്ഞുമക്കൾ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് മക്കൾ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ പ്രഗ്നന്റ് ആവുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോമ പോലെയായിരുന്നു. അതായത് ആ പ്രഗ്നൻസി ന്യൂസ് റിവീൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുന്നു, ഞാൻ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ഫിയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇത് ഇത്രത്തോളം എനിക്ക് ഫിയർ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കല്യാണത്തിന് ശേഷമാണ്. കുറച്ചും കൂടെ കല്യാണം കഴിഞ്ഞൊരു 1 year ഒക്കെ ആയപ്പോഴാണ് ഈ പ്രഗ്നൻസി ഫിയർ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം എനിക്ക് ഒത്തിരി മക്കൾ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഈ പ്രഗ്നൻസി ഫിയർ കാരണം കൺസീവ് ആകാൻ നല്ല പേടിയായിരുന്നു എനിക്ക്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇത് തമാശയല്ല. ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് പീരീഡ്സ്, പെൺകുട്ടികൾക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റെ ഒരു ഓർമ്മ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് പീരീഡ്സ് ആകുന്നതിന് മുന്നേ, അതായത് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ പീരീഡ്സ് ഒക്കെ ആയി വന്നൊരു സമയം. അപ്പം ഞാനാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പീരീഡ്സ് എന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് എന്റെ ഫ്രണ്ട് വഴിയാണ്. അപ്പം ആദ്യം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കാരണം എനിക്ക് വീട്ടിലങ്ങനെ അതിനെ കുറിച്ചൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തമാശ ആയിരിക്കും, ഈ ബ്ലഡ് വരുന്നതൊക്കെ തമാശ ആയിരിക്കും, എന്നെ പേടിപ്പിക്കാൻ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും എന്നതായിരുന്നു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഞാനിത് കേട്ടപ്പോ തമാശയാണെന്ന് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് പറയുന്നത്, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ആ ബ്ലഡ് വരുന്ന സംഭവം കേട്ടേ പിന്നെ എനിക്ക് പീരീഡ്സ് ആവുന്നത് വല്ലാത്തൊരു ഫിയർ ആയിരുന്നു. ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ പല രാത്രികളും എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. അയ്യോ എനിക്ക് പീരീഡ്സ് ആവുമല്ലോ എന്നോർത്ത് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരയുമായിരുന്നു. പേടിച്ച് ഒരു മൂലക്ക് ഇരിക്കുമായിരുന്നു. അത്രത്തോളം എനിക്കൊരു പേടിയായിരുന്നു പീരീഡ്സിന്റെ ഒരു സംഭവം, ആ ബ്ലഡ് വരുന്ന സംഭവം എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഞാനും അമ്മയും കൂടെ പോയി. ഒരു ഹോമിയോ ഡോക്ടറാണ്, പക്ഷെ പുള്ളിക്കാരൻ ഒരു സൈക്കോളജിസ്റ്റും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഇത് പോകാനുള്ള റീസൺ മരുന്ന് മേടിക്കാനൊന്നുമല്ല, എന്റെ ഈ ഒരു ഫിയർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. കുറെ കുട്ടികൾക്ക് അത് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ കുറെ കുട്ടികൾ അത് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാം. സോ ആ ഒരു പേടി ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ അത് പേടിക്കേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്, അത് ടെൻഷൻ ആവണ്ട, അത് പയ്യെ ആ ഒരു ജേർണി പയ്യെ ആയിക്കോളും. പിന്നെ പീരീഡ്സ് ആവുന്നതിനെ കുറിച്ച് ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ സമയമാകുമ്പോൾ അത് ആയിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്കത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ ചിന്തകൾ മൊത്തം ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഞാൻ എന്തിനാ പെൺകുട്ടിയായത്, അങ്ങനത്തെ ടോപ്പിക്സ് എന്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ്. അപ്പൊ അന്നും പ്രാർത്ഥനയൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഫിയർ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തമ്പുരാനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് തമ്പുരാന്റെ ഈശോ എനിക്ക് പേടി ഒന്ന് മാറ്റി തരണം. കാരണം ഇതെന്തായാലും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു പേടി മാറാണ്ട് ഈ ലൈഫിൽ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ആണല്ലോ എന്നെ ജനിപ്പിച്ചത് ഒരു പെൺകുട്ടിയായിട്ട്. അപ്പം ഈ ഒരു ഫിയറിൽ നിന്ന് എന്നെ എങ്ങനെയും എനിക്കൊന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു ശക്തി തരണം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നു. ഒരു 8th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് പീരീഡ്സ് ആവുന്നത്. പക്ഷെ പീരീഡ്സ് ആവുന്നത് ആ ഒരു ജേർണി ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എനിക്കുണ്ടായിരുന്ന ആ ഒരു ട്രൊമാറ്റിക് ഫിയർ തമ്പുരാൻ എടുത്തു കളഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം. അതായത് ഞാൻ സാധാരണ പെൺകുട്ടികൾക്ക് ഭയങ്കര ഫ്ലോ ആയിട്ടാണ് പീരീഡ്സ് ആവുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് വളരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഡിസ്കളറേഷൻ മാത്രം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ കാണാത്തത് കൊണ്ട് തന്നെ ഓക്കെ ഇതാണോ പീരീഡ്സ് എന്നൊരു തോട്ട് എന്റെ മൈൻഡിലേക്ക് വന്നു. അപ്പൊ എന്റെ പ്രാർത്ഥന നമ്മുടെ അന്നോട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡിസ്കളറേഷൻ ആയിരുന്നു ആദ്യം, അതിനുശേഷമാണ് ഓരോ ദിവസം കഴിയുന്തോറുമാണ് ബ്ലഡ് ഫ്ലോ വന്നു തുടങ്ങിയത്. ഭയങ്കര സ്ലോ മീൻസ് ഒരു 5-6 ദിവസമൊക്കെ ആയിട്ടാണ് എനിക്ക് എന്റെ മൈൻഡ് അത് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് പീരീഡ്സ് തമ്പുരാൻ ആക്കിയത്. സോ അതിന് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അതല്ല, ഒറ്റയടിക്ക് ഹെവി ബ്ലഡ് ഫ്ലോ എല്ലാവർക്കും വരുന്ന പോലെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു ട്രോമാറ്റിക് ഒരു മെന്റൽ ട്രോമയിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം വളരെ സ്ലോ ആയിട്ട്, നമുക്ക് ഈ സ്ലോ പോയിസൺ എന്ന് പറയുന്ന പോലെ ആയിരുന്നു എനിക്ക് പീരീഡ്സ്. ഭയങ്കര സ്ലോ ആയിട്ട്, ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലായിരുന്നു എനിക്ക് പീരീഡ്സ് ആയത്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എനിക്കുണ്ടായിരുന്ന ആ ഒരു ട്രോമാറ്റിക് ഫിയർ എന്റെ ലൈഫിൽ നിന്ന് എങ്ങനെയാണ് തമ്പുരാൻ ഡീൽ ചെയ്തത് എന്നുള്ളതാണ്. ഇതും പ്രഗ്നൻസി ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് മെൻസ്ട്രേഷൻ എക്സ്പീരിയൻസ് പ്രഗ്നൻസി ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം അപ്പോൾ എന്റെ ലൈഫിലെ ഒരു വലിയൊരു ഫിയർ ആയിരുന്നു പീരീഡ്സ് ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് പെയിൻ സഹിക്കുന്നത് എനിക്ക് പ്രശ്നമേ അല്ല, ഞാൻ പെയിൻ എത്ര വേണമെങ്കിലും ടോളറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ബ്ലഡ് ഫ്ലോ കാണുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഒട്ടും നമുക്ക് വിചാരിക്കാത്തൊരു ഇൻസിഡന്റ് പെട്ടെന്ന് ഫേസ് ചെയ്യുന്നതോ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ഫിലിം കാണാന്നുണ്ടെങ്കിൽ ആ ഫിലിമിലെ ഫൈറ്റ് സീക്വൻസ് ഒത്തിരിയായി ഫൈറ്റ്സോ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ ഉപദ്രവിക്കുന്നോ ഒന്നും എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ എന്തെങ്കിലും ഫിലിംസ് ഒരുമിച്ച് കാണാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനമുള്ള ഫിലിംസ് മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ രാത്രിയായിരിക്കും ഞാൻ ഇത് എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് അതിലെ ക്യാരക്ടേഴ്സ് വല്ലതും ഞാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് എന്നെ സ്വപ്നത്തിലൊക്കെ അത് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫിലിംസ് ഞാൻ ചൂസ് ചെയ്യാറില്ല. സോ എന്റെ മൈൻഡ് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ്. എനിക്ക് ഒട്ടും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നു അങ്ങനെ ഒന്നും കാണാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അപ്പം അങ്ങനെ പീരീഡ്സിന്റെ കാര്യം അങ്ങനെയൊക്കെ ഓക്കെ ആയി. പിന്നെ എനിക്ക് ബാക്കിയുള്ള ആ ഒരു ഫസ്റ്റ് മന്ത് മാത്രമേ അങ്ങനെ ഒരു പതുക്കെ പതുക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം
റെഗുലർ ആയിട്ട് തന്നെ ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്കത് പയ്യെ 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 കണ്ട് 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 പിന്നെ അതിന്റെ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ എനിക്കത് പ്രശ്നമില്ലായിരുന്നു. ഈ പീരീഡ്സ് ആവുന്ന ഒരു സംഭവം ആൾക്കാരോട് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. പണ്ട് നമ്മളൊക്കെ, ഞാൻ 90s കിഡ്സ് ആണ്, അപ്പൊ 90s കിഡ്സ് കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീടിന്റെ അടുത്തുള്ള കസിൻസിനോടൊക്കെ പീരീഡ്സ് ആയി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ലായിരുന്നു. കാരണം എന്തിനാണ് ഈ പീരീഡ്സിന്റെ കാര്യം നാട്ടുകാരോട് പറയുന്നത്? അവരറിയുന്നത് എന്തിനാണ്? ഇത് എന്റെ പ്രൈവറ്റ് കാര്യമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എന്റെ വീട്ടില് എന്റെ അപ്പയ്ക്കും എന്റെ അമ്മയ്ക്കും എന്റെ ചേട്ടന് പോലും അറിയത്തില്ലായിരുന്നു എനിക്ക് പീരീഡ്സ് ആയ കാര്യം. എന്റെ അനിയത്തിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ തോന്നുന്നു. പക്ഷേ എനിക്കത് ആൾക്കാരോട് പറയുന്നത് പോലും എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പീരീഡ്സ് ആയി, അതായത് പീരീഡ്സ് ആവുന്നുള്ള നമ്മളൊരു വലിയ പെൺകുട്ടി ആയി എന്നൊരു തോട്ട് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അതുവരെ പാറി പറന്ന് നടന്നിരുന്ന ഞാൻ പീരീഡ്സ് ആയ പിന്നെ അയ്യോ, എനിക്കിനി ഒരു ലൈഫ് അങ്ങനെ ഇല്ലല്ലോ, എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയല്ലോ എന്നൊരു തോട്ട് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഞാൻ സ്പിരിച്വൽ ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയപ്പോഴാണ് കുറെ ധൈര്യം വെച്ചത്. അതല്ല, ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു തീർക്കാനുണ്ട്, ഒരു അമ്മയാവാൻ പറ്റുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആണെന്നുള്ള റിയലൈസേഷൻ ഒക്കെ എനിക്ക് വന്നത് പിന്നീടാണ് കേട്ടോ. പക്ഷെ അന്ന് തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് ഒരുപാട് മക്കൾ വേണമെന്നാണ് ആഗ്രഹം. അതിപ്പോഴും അതെ, പണ്ടും അതെ. പക്ഷെ എനിക്ക് പ്രഗ്നന്റ് ആവാൻ പേടിയായിരുന്നു. നിങ്ങളിത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ തമാശയായിട്ടുള്ള കാര്യമല്ല. ഇത് വളരെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കാണെങ്കിൽ ഉടനെ തന്നെ മക്കൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പ്രഗ്നൻസി ഫിയർ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, അതിനു മുന്നേ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്ന കപ്പിൾസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾ സ്റ്റേബിൾ ആക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി. ഇത് ഏറ്റവും ആദ്യം റെഡിയാക്കേണ്ടത് അമ്മയുടേതാണ്, അച്ഛൻ്റെതല്ല. അച്ഛൻ ആ ഒരു ജേർണിയിൽ ഓക്കെ ആയിക്കോക്കോളും. പക്ഷേ ഈ പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നത് അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോർമോണൽ വേരിയേഷനും ഒരുപാട് പ്രശ്നങ്ങളും ആ പ്രഗ്നൻസി ജേർണിയിൽ ഉണ്ടാവും. അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം പ്രഗ്നൻസിയോട് യെസ് പറയുക. രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ പ്രിപ്പറേഷൻ. നിങ്ങൾ ബോഡി അത്യാവശ്യം ഫിറ്റ് ആയിരിക്കണം. ഫിറ്റ് മീൻസ് കുറച്ചൊക്കെ എപ്പോഴും നടക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ ഫുഡൊക്കെ ആണെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് ഒത്തിരി വറുത്തതും പൊരിച്ചതൊക്കെ എപ്പോഴും കഴിക്കുന്ന, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ ഒരു ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം മാത്രം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. കാരണം അതൊക്കെ നമ്മുടെ പ്രഗ്നൻസിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് ഈ തൈറോയിഡ് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രം പ്രഗ്നന്റ് ആവുക. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നിങ്ങള് ഒരു ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. പ്രീ പ്രഗ്നൻസി ചെക്കപ്പ് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാം ചെക്ക് ചെയ്യുന്നത്, ബ്ലഡ് കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്ത് നിങ്ങൾ ഫിറ്റ് ആയതിനു ശേഷം മാത്രം പ്രഗ്നന്റ് ആവുക. അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രിപ്പറേഷനും ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്പിരിച്വൽ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ചെയ്തത് പറഞ്ഞു തരാം. ഇനി ഫിനാൻഷ്യൽ പ്രിപ്പറേഷന്റെ കാര്യം, നിങ്ങൾ ഒത്തിരി പൈസ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കുഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ആ കുട്ടീനെ നമുക്ക് റേസ് ചെയ്യാനുള്ള കുറച്ചൊരു സാമ്പത്തിക ഭദ്രത നമുക്ക് ഉണ്ടാവണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് പ്രഗ്നന്റ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം ആസ് എ കപ്പിൾ. കാരണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രഗ്നൻസി ജേർണി സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉറപ്പായിട്ട് ഹിറ്റ് ചെയ്യും. സോ ഇതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആക്കിയതിനു ശേഷം മാത്രം പ്രഗ്നൻസിയോട് യെസ് പറയുക. ഇനി ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻസി ഫിയർ ഓവർകം ചെയ്തത് എന്ന് പറഞ്ഞുതരാം. പ്രഗ്നന്റ് ആകുന്നത് ആക്ച്വലി ഞങ്ങളുടെ കല്യാണം നവംബർ 15-നാണ് 2023. പ്രഗ്നന്റ് ആകുന്നത് ഡിസംബർ 2025-ലാണ്, അതായത് കഴിഞ്ഞ വർഷം. 2024 ഡിസംബറിലാണ് പ്രഗ്നന്റ് ആകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മക്കൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, എടാ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈഫ് വേണം. അതായത് നമുക്ക് പിന്നീട് ഒരിക്കലും ആ ഒരു ലൈഫ് കിട്ടത്തില്ല. ശരിയാണ് പറയുന്നത്. കാരണം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് മൊത്തം കുഞ്ഞിലേക്ക് മാറും. നമ്മൾ കപ്പിൾസ് ആയിട്ട് നമുക്ക് ഒരിക്കലും ടൈം അതിൽ കിട്ടത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കും പറയാനുള്ളത്, ആദ്യം ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് ആദ്യം അങ്ങനെയാണോ, കുഞ്ഞുങ്ങൾ ഉണ്ടാവും നല്ലതല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു. എന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ അവർ ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞൊരു കാര്യം, കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ചു നാള്, അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും
ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. 6 മന്ത്സ് എങ്കിലും നിങ്ങൾക്ക് മാത്രം, കപ്പിൾസിന് മാത്രമായിട്ട് ഉണ്ടായിരിക്കണം. ഇതിനുള്ള റീസൺ, ആ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ ഒരു 1 ഇയർ പീരീഡ് ആണ് ഞാൻ പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ മാക്സിമം അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾ കപ്പിൾസ് എന്ന രീതിയിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ആദ്യം വേണ്ടത് നിങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടാണ്. ഇത് പറയാനുള്ള കാരണം, നിങ്ങൾ പാരന്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലേ മാറിപ്പോവും. നിങ്ങൾ പാരന്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഫാദറും നിങ്ങളൊരു മദറും ആകുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് മൊത്തം ഈ ഒരു കുഞ്ഞാവും. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാരന്റ്ഹുഡ് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ബോണ്ട് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതൊരു അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളത് മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുക. അതിന് 6 മാസ കാലാവധി വേണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അതല്ല, നിങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ട് ഇല്ല, നിങ്ങൾക്കിടയിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പരസ്പരം മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആദ്യം ഫിക്സ് ചെയ്യാം. അതിനുശേഷം മാത്രം പ്രഗ്നന്റ് ആവുക. കാരണം പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തുടങ്ങി കുഞ്ഞ് പുറത്ത് വന്ന് കഴിഞ്ഞാലും ഓക്കെ, ആ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തുടങ്ങി കുഞ്ഞ് വരുന്നത് വരെ കുഞ്ഞിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ അഫക്ട് ചെയ്യും. അമ്മയുടെ തിങ്കിങ്ങും അമ്മയുടെ പേടികളൊക്കെ കുഞ്ഞിനെ ബാധിക്കും. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് വന്നതോടുകൂടെ ലൈഫേ മാറും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു 2 വർഷത്തേക്ക് ഉറക്കം എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാക്കന്നെയായിരിക്കും. സോ ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പ്രഗ്നന്റ് ആവുക. പിന്നെ ഈ ഡെലിവറി ഓടുകൂടി കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് പ്രയോറിറ്റീസ് മൊത്തം പാരന്റ്സിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ കുഞ്ഞിലോട്ട് മാറും. അവിടെ ഇപ്പോൾ അമ്മേനെ അധികം ആരും പരിഗണിക്കണമെന്നില്ല. അമ്മേനെ പരിഗണിക്കുന്നത് വളരെ കുറച്ച് ഫാമിലീസേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മദറിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകും. അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും പണ്ടുള്ള അമ്മമാർക്കൊന്നും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇല്ലെന്നുള്ളത്. പക്ഷേ അത് അതിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പം കുറെ കൂടെ വളരുകളാണ് സ്ത്രീകള്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഭയങ്കര സുലഭമായിട്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അറ്റ്ലീസ്റ്റ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ ഫേസ് ഡെലിവറി കഴിഞ്ഞിട്ട് ഉണ്ടാകാത്തവര് ഇല്ല. കംപ്ലീറ്റ് ഡിപ്രഷനോട്ട് പോയിട്ടില്ലെങ്കിൽ പോലും ഒരു നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നമ്മൾ ചുമ്മാ കരയും. എന്താ റീസൺ അത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം കുറെ ഹോർമോണൽ വേരിയേഷൻ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഞാൻ പ്രഗ്നൻസി ആ ഒരു ഫിയർ ഓവർകം ചെയ്തത് ഈ 1 ഇയർ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കുറച്ച് നാളെങ്കിലും നമുക്ക് നമ്മൾക്കായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം നമുക്ക് ഇനി അങ്ങനെ ലൈഫ് ഇല്ലല്ലോ. കുഞ്ഞുങ്ങൾ വന്നതോടുകൂടെ പിന്നെ നമ്മൾ കപ്പിൾസ് എന്നൊരു ലൈഫ് നമുക്ക് ഇനി ഇല്ല. അത് കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അപ്പൊ കുഞ്ഞുങ്ങൾ വേണം ഞങ്ങൾക്ക്, പക്ഷെ കുറച്ച് നാള് നമുക്ക് വേണ്ടിയിട്ട് ടൈം വേണം എന്നുള്ളതും കൂടെയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 1 ഇയർ ആയി. 1 ഇയർ ആയെന്ന് പറയുമ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞത് ഞങ്ങളുടെ നവംബർ 15-നാണ് 2023. അതിനുശേഷം ഞാനൊരു 2 മന്ത്സോളം നാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പോഴൊന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല. കാരണം എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ജോലി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം, പുതിയ ജോലിക്ക് വരണം, വീട് റെഡിയാക്കണം, ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ബാക്കപ്പ് ഉണ്ടാക്കി എടുക്കണമായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് ഡിലേ ആക്കി. കാരണം ഞാൻ നാട്ടിൽ നിന്ന് അവിടെ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമല്ലോ. അപ്പൊ ആ ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങ് പോന്നു. അപ്പം ആൾ അവിടെ ആയിരുന്നു. പിന്നെ എന്റെ അടുത്തോട്ട് ഹസ്ബൻഡ് വരുന്നത് ജൂൺ 17-നാണ്. അതായത് ജൂൺ 17, 2024 അപ്പോഴാണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പടെ 1.5 മാസമാണ് നാട്ടില്. അതല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു 1 ഇയർ കാലാവധി നമ്മൾ ഒരുമിച്ച് താമസിച്ചെന്ന് പറയാൻ പറ്റില്ല. 2023 നവംബറിൽ കല്യാണം കഴിഞ്ഞു, ഞാൻ ഇങ്ങ് പോന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് ജൂൺ 17-നാണ്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടാണ് നമ്മുടെ ലൈഫ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് ഓക്കെ, നമുക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാക്കി നമ്മൾ പാരന്റ്സ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് നമ്മുടെ സജ്ജരാണ് എന്ന് ഉറപ്പ് വന്നിട്ട് മാത്രം പ്രഗ്നൻസിയോട് യെസ് പറയാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂണിൽ ആൾ വന്നു, ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി. പക്ഷെ ഈ ഒരു ഏറ്റവും പ്രശ്നം എനിക്ക് നാട്ടിൽ വെച്ചും UTI ഉണ്ടായിരുന്നു. UTI എനിക്ക് എപ്പോഴും വരാറുണ്ട്. പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ വരാറുണ്ടായിരുന്നു. എനിക്ക് വെള്ളം ഒത്തിരി വേണം എന്റെ ബോഡിക്ക്. അപ്പം വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ UTI ഹിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും വെള്ളം കുടിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ UTI ഇവിടെ വെച്ചിട്ടും വരാറുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം
ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് UTI ഉണ്ടായിരുന്നു. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോൾ എനിക്ക് സെപ്റ്റംബറിൽ UTI വന്നു, ഒക്ടോബറിൽ UTI വന്നു. ഒക്ടോബറിലെ UTI വിത്ത് ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് മീൻസ് എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ബ്ലഡ് ലിറ്ററലി വരുന്നത്. പെയിൻഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെയിൻഫുൾ ആയിരുന്നു. UTI വന്നവർക്കറിയാം. സോ അങ്ങനെ വന്നു. പിന്നെ നവംബർ ആയി, അപ്പോഴത്തേക്കും നമുക്ക് 1 year ആയി. അപ്പൊ ജൂണിലായി വന്നു, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ UTI. അകപ്പാടെ 3-4 മാസം നമുക്ക് ഒരുമിച്ച് ആയിട്ടുള്ളൂ. ഒരുമിച്ച് താമസിക്കാൻ, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മാസം കഷ്ടി ആയിട്ടുള്ളൂ. അപ്പൊ 1 year ആയിട്ടുണ്ടെങ്കിൽ പോലും, നവംബറിൽ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ പോലും, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈഫ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങള് സ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു ബോണ്ട് ഞങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കുറച്ച് കാലയളവിലുള്ളിൽ. കാരണം നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുവാണ്, നമുക്ക് ഏജ് കൂടിക്കൊണ്ടിരിക്കുവാണ്, പ്രഗ്നൻസി ഡിലേ ചെയ്യാനും പറ്റില്ല. എന്നാൽ നമുക്കുള്ളിൽ ഒരു ബോണ്ട് വേണം. കാരണം ഒരു പാരന്റ് ആവുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലേ? സോ നവംബർ വെഡിങ് ആനിവേഴ്സറി ആയപ്പോ അതിനു മുന്നേ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സും റിലേറ്റീവ്സ് ഒക്കെ, അല്ലെങ്കിൽ എന്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രഗ്നന്റ് ആവുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ പ്രശ്നം ഈ ഒരു ഫിയർ, എനിക്കത് മാറിയിട്ടില്ല. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തൊരു കാര്യം, ഞാൻ പരിശുദ്ധ അമ്മേനെ ഏൽപ്പിച്ചു ഈ ഒരു പ്രഗ്നൻസി ഫിയർ. ഞാൻ പരിശുദ്ധ അമ്മയോട് പറയുമായിരുന്നു, എന്റെ പരിശുദ്ധ അമ്മയെ, എനിക്ക് ഒത്തിരി മക്കൾ വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ ഒരു പേടി കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുമാത്രം പേടിയാണ്. കാരണം രാത്രി കാലങ്ങളിലൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്ന് കരയും, പേടിച്ച് കരയും. പ്രഗ്നന്റ് ആയെന്ന് ഓർത്ത് പേടിച്ച് കരയും. അങ്ങനെ വല്ലാത്തൊരു പേടിയായിരുന്നു എനിക്ക്. അപ്പം ഇത് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ആൾ കണ്ടു ഞാൻ രാത്രി ഇരുന്ന് കരയുന്നത്. അപ്പോഴാണ് ആൾ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് അത്ര പേടിയുള്ള ഒരാളാണ് പ്രഗ്നന്റ് ആവാനെന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് ഇത്ര പേടിയായിരുന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മക്കള് വേണ്ടെന്ന് വെക്കാം, താൻ ഓക്കെ ആയിട്ട് മതി, അല്ലെങ്കിൽ നമുക്ക് അഡോപ്ഷനിലൊക്കെ പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് നല്ല വിഷമമായി. ഞാൻ പറഞ്ഞു, എടാ അങ്ങനെയല്ല, എനിക്ക് ഒത്തിരി മക്കൾ വേണമെന്ന് ആഗ്രഹം, പക്ഷെ എനിക്ക് കുറച്ചൊരു ടൈം വേണം, ഒരു 1 month ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലോട്ട് ഓക്കെ ആവാന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ, ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് കേട്ടോ എന്റെ ഫിയർ പീക്കിലാവുന്നത്. കാരണം എല്ലാരും ചോദിച്ചു തുടങ്ങിയല്ലോ പ്രഗ്നന്റ് ആവുന്നില്ലേ എന്നുള്ളത്. അപ്പം പീക്കിലാവുന്നത് ഈ ഒരു ടൈമിൽ. അപ്പൊ ചോദ്യം കൂടുന്തോറും എന്റെ ഫിയർ കൂടും. ഫിയർ കൂടിയിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആവും, ഞാൻ കരയും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മൂലയ്ക്ക് പോയിരിക്കും. ഹസ്ബൻഡ് ജോലിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരത്തുള്ളൂ. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാത്ത സമയങ്ങളിൽ, ഓഫുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്ത പേടിയാ പ്രഗ്നന്റ് ആവും എന്നുള്ള ഓർത്തിട്ട്. എന്നാൽ ഡെലിവറി പേടിയല്ല എനിക്കുള്ളത്. എനിക്ക് ഡെലിവറി ആവുന്നതോ പെയിൻ സഹിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടം. പക്ഷെ ഈ പ്രഗ്നൻസി ഫിയർ എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് പരിശുദ്ധ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പരിശുദ്ധ അമ്മ, ഇതിന് എനിക്കൊന്ന് ഓവർകം ചെയ്യണം, ഒത്തിരി മക്കൾ വേണമെന്നാണ് ആഗ്രഹം. അപ്പൊ എന്റെ സ്പിരിച്വൽ കൗൺസിലറും പറഞ്ഞു, നിങ്ങൾ എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ ഒരു പേടി കാരണം പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഞാനാണെങ്കിൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് ഒരു 6 months മുന്നേ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ കുർബാന ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാത്ത പോലെ തോന്നിപ്പോവും, ഞാൻ ചത്തു പോകുന്ന പോലെ തോന്നിപ്പോവും. അപ്പം കുർബാന എന്ന് പറഞ്ഞ സംഭവം ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ ഡെയിലി ഞാൻ കുർബാനയ്ക്ക് പോവും. ഈ ഒരു കല്യാണത്തിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുന്നൊരു ഡിസിഷൻ എടുക്കുന്നതിന് ഒരു 6 മാസം മുന്നേ തന്നെ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നത് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 1 തുടങ്ങിയിട്ട് 2024 ഓഗസ്റ്റ് 1 തുടങ്ങിയിട്ട് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോയി അപ്പൊ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പരിശുദ്ധമ്മ പ്രത്യേകം പറയും, എന്റെ പരിശുദ്ധമ്മേന്റെ ഒരു ഫിയർ ഒന്ന് എടുത്ത് കളയണേ, കാരണം എനിക്കിത് പറ്റണില്ല എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ പരിശുദ്ധമ്മയോട് ഞാൻ പ്രത്യേകം മാനസം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്റെ ലൈഫിൽ ഇടപെടാറുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യാറുള്ളൊരു കാര്യമാണ്, എന്റെ ലൈഫിൽ പരിശുദ്ധമ്മയുടെ ഇടപെടൽ ശരിക്കും എനിക്ക് അനുഭവിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ എങ്ങനെയായാലും ഈ ഒരു ഫിയർ ഒന്ന് ഓവർകം ചെയ്ത് തന്നാലേ എനിക്ക് പ്രഗ്നന്റ് ആകാൻ പറ്റത്തുള്ളൂ. കാരണം കുഞ്ഞ് നമ്മുടെ വയറ്റിലായിരിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുഞ്ഞിനെ ബാധിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി. അപ്പൊ എനിക്കൊരു കാര്യം അറിയാം, ഞാനൊരു യെസ് മൂളിക്കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണെന്നുള്ളത്. അതായത് കുഞ്ഞ് വരാൻ വെയിറ്റിംഗ് ആണ്, എന്റെ ഒരു യെസ്സിന് വേണ്ടിയിട്ടാണ് ഡിലേ ആവുന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുർബാനയ്ക്ക് ഡെയിലി പോകും. കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് എനിക്കൊരു കാർഡ് കിട്ടി. അതായത്
പ്രഗ്നന്റ് ആകുന്ന എക്സ്പെക്ടന്റ് മദേഴ്സ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രയർ കാർഡ് കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ആ ഒരു കാർഡ്. ഇത് പ്രയർ ഫോർ എക്സ്പെക്ടന്റ് മദേഴ്സ് എന്നാണ്. സോ ഈ ഒരു കാർഡ് കിട്ടിയെന്ന് തുടങ്ങിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയ പിന്നെ എന്റെ ആ ഒരു പേടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പള്ളിയിൽ നിന്ന് ഒരു ഗോൾഡൻ കളറിലെ ഫീറ്റ് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടോ. കുഞ്ഞു പ്രോ ലൈഫ് മിനിസ്ട്രിയുടേതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിലായി. എനിക്കൊരു അടയാളം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആവുന്ന ടൈം ആയോ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു തമ്പുരാനോട് പേഴ്സണൽ പ്രയറിന്റെ സമയത്ത്. അപ്പോ എനിക്കിങ്ങനെ വചനങ്ങളോട് കിട്ടുന്നുണ്ട്. ഞാൻ യെസ് മൂളാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു പേടി കാരണമാണ് എനിക്ക് യെസ് മൂളാൻ പറ്റാത്തത്. അപ്പൊ പള്ളിയിൽ വെച്ചിട്ട് ഈ ഒരു കുഞ്ഞു ഫീറ്റ്, പ്രോ ലൈഫ് മിനിസ്ട്രിയുടെ ഈ ഒരു കുഞ്ഞു ഫീറ്റ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി ടൈമായി, ഇനിയും വെയിറ്റ് ചെയ്തത് കുഞ്ഞുവാവ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നുള്ളത്. അപ്പോഴത്തേക്ക് എന്റെ പേടിയൊക്കെ മാറി കേട്ടോ. പ്രഗ്നൻസി ചെയ്ത് മാറി. പരിശുദ്ധമ്മ എടുത്ത് കളഞ്ഞെന്നാണ് പറയാം. കംപ്ലീറ്റ്ലി മാറി. പിന്നെ എനിക്ക് പ്രഗ്നന്റ് ആവാൻ പേടിയില്ല. ഞാൻ ഒരു മദർ ആകാൻ വേണ്ടിയിട്ട് മെന്റലി പ്രിപ്പയർഡ് ആയി. ഫിനാൻഷ്യലി നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാടല്ലെങ്കിലും ഒരു കുഞ്ഞുവാൻ നോക്കാനുള്ള ഗെറ്റപ്പ് ഒക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി ഞാൻ അത്യാവശ്യം ഫിറ്റ് ആയിരുന്നു. പിന്നെ സ്പിരിച്വൽ പ്രിപ്പറേഷൻ അത് കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം, എല്ലാ ദിവസവും കുർബാന നിർബന്ധമായിട്ടും പോകുമായിരുന്നു. ഹസ്ബൻഡ് എന്നെ കൊണ്ട് ആക്കുമായിരുന്നു കുർബാനയ്ക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു, പരിശുദ്ധ കുർബാനയ്ക്ക്. കാരണം എനിക്കൊരു കുഞ്ഞ് വെറുതെ ഭൂമിയിൽ ജനിച്ചാൽ പോരായിരുന്നു. എനിക്ക് ആ കുഞ്ഞ് എല്ലാ രീതിയിലും തമ്പുരാൻ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊരു കുഞ്ഞായിരിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ്. ആസ് എ മദർ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് ഞാൻ അതിനുവേണ്ടി ചെയ്യുമായിരുന്നു. സോ പ്രഗ്നൻസി ആകുന്നതിന് മുന്നേ ഞാൻ ചെയ്തൊരു കാര്യം, ഒരു 6 മാസക്കാലം അല്ലെങ്കിൽ അതിന് കൂടുതൽ തന്നെ പരിശുദ്ധ കുർബാന ഡെയിലി പോകുമായിരുന്നു. പറ്റുന്നവർക്ക് ഡെയിലി കുർബാനയ്ക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി അറ്റൻഡ് ചെയ്യുക. അത് ഡെയിലി പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അത് വളരെ വളരെ ഗുണം ചെയ്യും നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിന്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നും ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. പരിശുദ്ധമ്മയുടെ എന്നും പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളായിരുന്നു. പിന്നെ പേഴ്സണൽ പ്രെയർ ഞാൻ ചെയ്യുമായിരുന്നു. പേഴ്സണൽ പ്രെയർ എനിക്ക് ഒരു 5-6 കൊല്ലമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡെയിലി ഒരു 1 അവറോളം ഞാൻ പേഴ്സണൽ പ്രെയറിൽ ഇരുന്ന് തമ്പുരാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുമായിരുന്നു. തമ്പുരാനോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. വചനം എഴുതി വെക്കുമായിരുന്നു. പിന്നെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനത്തിന്റെ പുസ്തകം ഡെയിലി വായിക്കുമായിരുന്നു. 9-ാം അധ്യായം അത് ഇന്നും വായിക്കും, അന്നും വായിക്കും. ഡെയിലി ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കുമായിരുന്നു. അപ്പൊ അത് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് കൂടുതലായിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് എന്റെ അനിയത്തി വഴിയാണ്. അവരാണ് പറഞ്ഞത് ജ്ഞാനത്തിന്റെ പുസ്തകം നവാസ് വായിക്കണം, 9-ാം അധ്യായം വായിക്കണം എന്ന് എന്റെ അനിയത്തി പറഞ്ഞനുസരിച്ചിട്ട് അത് ഞാൻ എന്നും വായിക്കുമായിരുന്നു. എന്നും ജ്ഞാനത്തിന്റെ പുസ്തകം വായിച്ചിട്ടേ കിടക്കത്തുള്ളായിരുന്നു. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, കുരിശിന്റെ വഴി എന്നും കുരിശിന്റെ വഴി ധ്യാനിക്കുമായിരുന്നു. അത് പ്രഗ്നന്റ് ആകുന്ന ഞാൻ പ്രഗ്നൻസി പ്രിപ്പറേഷന്റെ സമയത്ത് ഒരു 6 മാസം മുന്നേ ഞാൻ കുരിശിന്റെ വഴി ധ്യാനിക്കുമായിരുന്നു. ത്രൂ ഔട്ട് പ്രഗ്നൻസി ധ്യാനിച്ചിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ കുരിശിന്റെ വഴി ധ്യാനിക്കുന്നത് ചെറിയൊരു കാര്യമല്ല, അത് വളരെ 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 പവർഫുൾ ആണ്. കാരണം തമ്പുരാന്റെ ആ ഒരു പീഡാസഹനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ഒരു സഹനങ്ങളിൽ കൂടെ നമ്മൾ മെന്റലി കടന്നു പോകുമ്പോൾ അത്രയും തീക്ഷ്ണതയും ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ കൃപകളും നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന കൃപ കുഞ്ഞിലേക്കും കിട്ടും. അപ്പം കുരിശിന്റെ വഴി ധ്യാനിക്കുന്നത്, ത്രൂ ഔട്ട് പ്രഗ്നൻസി ധ്യാനിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ ചെയ്ത ഇത്രയൊക്കെയാണ്. കൊന്ത ചൊല്ലുമായിരുന്നു, കരുണക്കൊന്ത ചൊല്ലുമായിരുന്നു, പേഴ്സണൽ പ്രെയർ ചെയ്യുമായിരുന്നു, പിന്നെ ഡെയിലി കുർബാനയ്ക്ക് പോകുമായിരുന്നു, പിന്നെ കുരിശിന്റെ വഴി ധ്യാനിക്കുമായിരുന്നു. പിന്നെ ചെയ്തിരുന്ന ഒരു കാര്യം, മക്കളെ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വയറ്റിൽ വെച്ച് അബോഷനായി പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എവിടെയൊക്കെ പോസിബിലിറ്റി ഉണ്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഞാൻ മാധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പ്രഗ്നൻസി പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്തത്. ഇതാണ് എന്റെ പ്രഗ്നൻസിയിലുള്ള പ്രിപ്പറേഷൻ. പ്രഗ്നന്റ് ആവുന്നത് ഇങ്ങനെയൊക്കെയാണ്. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഞാൻ ആ ഒരു വയറ്റിലുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും വയറ്റിൽ കൈവച്ച് ഈശോയോട് പ്രാർത്ഥിക്കും, കുഞ്ഞുമായിട്ട് സംസാരിക്കുമായിരുന്നു പ്രഗ്നൻസി പീരീഡില്. അപ്പോൾ പ്രഗ്നൻസി എനിക്ക് ഈസി ആയിരുന്നില്ല, വളരെ ടഫായിരുന്നു. അതായത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് ഡിസംബർ 12-നാണ്. അതിനുശേഷം ഈ 12 എന്ന നമ്പറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്റെ ലൈഫിൽ. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. എന്റെ ലൈഫിൽ ഒരു ഹ്യൂജ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നമ്പറാണ് 12. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഡിസംബർ 12-നാണ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്, 2024. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം
നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് എന്റെ പേടിയൊക്കെ മാറി ദൈവത്തോട് കൂടുതൽ ചോദിച്ച് തമ്പുരാൻ തരുന്ന കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രിപ്പയർഡ് ആയ ശേഷമാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്കൊരു 1 മന്തിനുള്ളിൽ തന്നെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. വോമിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ 10-12 തവണ വോമിറ്റ് ചെയ്ത ദിവസങ്ങളുണ്ട്. വോമിറ്റിംഗ് കൂടി എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഹസ്ബൻഡ് ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞാനിങ്ങനെ വോമിറ്റിംഗ് ബാഗിൽ കെട്ടി വെക്കും. അപ്പൊ ആള് വന്നിട്ട് ഇതെല്ലാം പെറക്കിക്കൊണ്ട് വേസ്റ്റ് ബാസ്കറ്റില് ഡംപ് ചെയ്യും. അങ്ങനെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. അത് വോമിറ്റിംഗ് കണ്ടപ്പോൾ എല്ലാരും പറഞ്ഞ പെൺകുട്ടിയായിരിക്കും അത്, കാരണം അതിന് മാത്രം വോമിറ്റിംഗ് ആയിരുന്നു. ആ ഒരു ഫസ്റ്റ് 3 months മാത്രമല്ല വോമിറ്റിംഗ്, ഡെലിവറിയുടെ തലേന്ന് വരെ ഞാൻ വോമിറ്റ് ചെയ്തു. ആദ്യത്തെ 4 months എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയി. ഡീഹൈഡ്രേഷൻ, വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. 1.5 മാസം വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കീറ്റോണ്യൂറി ആയിരുന്നു. യൂറിനിൽ കൂടെ കീറ്റോൺസിന്റെ പ്രസൻസ് 3+ ആയിരുന്നു. ഭയങ്കര സിവിയർ ആയിരുന്നു. അഡ്മിറ്റ് ആക്കി 1.5 ലിറ്ററോളം എനിക്ക് ബാഗ് ഓഫ് ഫ്ലൂയിഡ്സ് ഇട്ടിട്ടാണ് ഞാൻ നോക്കിയായത്. അതിനുശേഷം പയ്യെ അപ്പോഴൊന്നും മരുന്നേ കഴിക്കത്തില്ല, നമുക്കിവിടെ മരുന്നൊന്നും കിട്ടത്തുമില്ല. അപ്പൊ എനിക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരു ടാബ്ലറ്റ് കിട്ടുമായിരുന്നു പ്രഗ്നൻസിയിൽ ആ ഒരു വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തുടക്കത്തിൽ അത് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം എന്റെ പേടി കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാനതൊന്നും പറഞ്ഞില്ല. അത് മാത്രമല്ല, എനിക്കൊരു ഫസ്റ്റ് ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് ശ്വാസം മുട്ടൽ, എനിക്ക് ആസ്മാറ്റിക് ആണ് ഞാൻ, അതും വന്നു. പക്ഷെ അതും സിവിയർ ആയപ്പോഴും ഞാൻ മരുന്നെടുത്തില്ല. അവസാനം സ്റ്റിറോയിഡ് അവർ കുറിച്ചു, ഞാൻ എന്റെ GP-നെ പോയി കണ്ടിട്ട്. പക്ഷെ ആ സ്റ്റിറോയിഡ് പോലും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചില്ല, കാരണം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നത് പേടിച്ചിട്ട്. പിന്നെ സ്പ്രേ ഉണ്ടായിരുന്നു, സ്റ്റിറോയിഡ് സ്പ്രേ. അപ്പൊ അത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമേ എടുത്തിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 months കഴിഞ്ഞപ്പോൾ 3 months ഒക്കെ ഭയങ്കര സിവിയർ വോമിറ്റിങ്. 4 months, ഒരു 4.5 മാസം 5 മാസം ഒക്കെ ആയപ്പോഴാണ് വോമിറ്റിംഗ് ഒന്ന് കുറച്ചൊന്ന് കുറയുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല, നോൺ വെജ് കാണാൻ പറ്റത്തില്ല, ഹസ്ബൻഡിന്റെ സ്മെൽ പിടിക്കത്തില്ല, ഫുഡ് നോൺ വെജിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കേൾക്കാൻ പറ്റത്തില്ല, ഫോട്ടോ കാണാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു 5-6 മാസം ആയപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തു, പ്രഗ്നൻസി ഡയബറ്റീസ്. സോ അതിനുശേഷം അതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിനുശേഷം ഇത് അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഇല്ല, കാരണം കുറെ ലിമിറ്റഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടഫ് പ്രഗ്നൻസി ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഒരു പരാതി ദൈവത്തോട് പറഞ്ഞിട്ടില്ല, കാരണം ഇതൊക്കെ ഞാനാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു. എന്റെ അനിയത്തി പറയാറുണ്ട്, നമുക്ക് നല്ല വിശുദ്ധരായിട്ടുള്ള മക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം എന്നുള്ളത്. സോ എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ തമാശ രൂപേണ ഇത്രയും ശബ്ദിക്കുമ്പോഴും ഞാൻ ചിരിച്ചോണ്ടായിരുന്നു ഡീൽ ചെയ്തിട്ടിരുന്നത്. സോ അത് കഴിഞ്ഞു. ഡയബറ്റീസ് ആയിരുന്നെങ്കിലും ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്തു. ഇൻസുലിൻ ഒന്നും ഇല്ലാതെ ഫുഡ് കൺട്രോളും ഡയറ്റും എക്സസൈസും ആയിട്ട് തന്നെ മാനേജ് ചെയ്തു. അതങ്ങ് പോയി. അതിനുശേഷം August 21 ആയിരുന്നു ബാവയുടെ ഡെലിവറി ആവുന്ന ഡേറ്റ്. പക്ഷെ 2 weeks മുന്നേ തന്നെ പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി എങ്ങനെയായിരുന്നുള്ള കാര്യം, ഡെലിവറി സ്റ്റോറി എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. അതൊരു കാര്യം കുറെ പറയാനുണ്ട്. അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ആയി ഒരു വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ചിറ്റ് ചാറ്റ് വീഡിയോസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് സെക്ഷനിൽ പറയുക. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ട ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ എന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പൊ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, and this is Sanu signing off.